ഒരു ലൈഫ് സ്റ്റൈൽ വാഹനം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യം തന്നെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരേ ഒരു വണ്ടി ഇപ്പോഴത്തെ സാഹചര്യത്തിലുള്ളൂ. അത് ഈ കാണുന്ന 4x4 താറാണ്. അതായത് ഒരു 4x4 ഓഫ് റോഡ് ആവശ്യത്തിനും ലക്ഷറി ആയിട്ടും അത്യാവശ്യം ഫാമിലി പർപ്പസിനും പിന്നെ ഒരു ലൈഫ് സ്റ്റൈൽ വാഹനമായിട്ടും നിലവിലത്തെ സാഹചര്യത്തിൽ വേറൊരു വണ്ടിയും ഇല്ലയെന്ന് തന്നെ പറയാം. ഒരു പ്രത്യേകതരം വിഭാഗം ആൾക്കാരാണ് ഈ വണ്ടി വാങ്ങുന്നത്. അതായത് IT മേഖലയിലുള്ളവരും പിന്നെ ഡോക്ടർമാർ, വക്കീലുമാർ, പിന്നെ വീട്ടിൽ വേറെ വണ്ടിയുള്ള ആൾക്കാരും അങ്ങനെ വേണം പറയാനായിട്ട്. കാരണം ഇതൊരു ഫാമിലി ആവശ്യത്തിന് അത്ര അങ്ങോട്ട് പോരാ. അപ്പോൾ പിന്നെ കുറച്ച് വണ്ടി പ്രാന്തന്മാരും ആ ഒരു വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരാണ് ഈ വണ്ടി വാങ്ങിക്കുക. താർ എന്ന മോഡൽ ഇറങ്ങിയിട്ട് ഒരുപാട് വർഷമായിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഞാനൊരു വൈറ്റ് കളർ താറ് നോക്കി നടന്നിട്ട് കുറേ നാളായി. അപ്പോൾ ഇപ്പോഴാണ് എൻ്റെ കയ്യിൽ വെള്ള കളർ താർ കിട്ടിയത്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കപ്പോൾ മുൻവശത്ത് തന്നെ ആദ്യം തുടങ്ങാം. പണ്ട് കാലങ്ങളിൽ തൊട്ട് കണ്ടു തുടങ്ങിയിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റ് തന്നെയാണ് മുൻവശത്ത് കൊടുത്തിരിക്കുന്നത്, റൗണ്ട് ഹെഡ്ലൈറ്റ്. അതിന് തൊട്ടടുത്ത് തന്നെ ഒരു DRLും അതിനോട് കൂടി തന്നെ ഒരു ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട്. പിന്നെ 7 സ്ലോട്ടിൻ്റെ ഒരു ഗ്രില്ലും കാണാൻ സാധിക്കും. മഹേന്ദ്രയുടെ ലോഗോ താറിന് സാധാരണ ഉണ്ടാവാറില്ല, പകരം മഹേന്ദ്ര എന്ന ഒരു വലിയൊരു ബാഡ്ജിങ് ആണ് കൊടുക്കാറ്. ഈ 7 സ്ലോട്ട് ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് റേഡിയേറ്റർ കാണാൻ സാധിക്കും. അതിപ്പോൾ മഹേന്ദ്രയുടെ എല്ലാ വണ്ടികളിലും ഈ റേഡിയേറ്റർ കാണാവുന്ന രീതിയിൽ തന്നെയാണ് അത് ഫിറ്റ് ചെയ്ത് വരാറ്. പിന്നെ ഇവിടെ താറെന്നൊരു ബാഡ്ജിങ് കാണാൻ സാധിക്കുന്നതാണ്. പ്ലാസ്റ്റിക്കിൻ്റെ ബമ്പറിലാണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ താറും ഇപ്പോഴത്തെ താറും നമ്മൾ നോക്കുമ്പോൾ ഈ ഹെഡ്ലൈറ്റിൻ്റെ ഒരു സാമ്യം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും പുതിയൊരു മോഡൽ തന്നെയാണ്. പിന്നെ ഈ കാണുന്ന ബോണറ്റിൻ്റെ ക്ലിപ്പ് അത് അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റിയുള്ള ക്ലിപ്പാണ്. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്നൊന്നും പൊട്ടിപ്പോകാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. അത് ഇടാൻ തന്നെ ഒരു ഇത്തിരി ബുദ്ധിമുട്ട് തന്നെ ഇടാനൊക്കെ തന്നെ. ബമ്പറിൻ്റെ അടിവശത്തായിട്ട് ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. സാധാരണ ഈ താറ് എടുക്കുന്നവർ ആദ്യം ചെയ്യുന്ന കാര്യം ഹെഡ്ലൈറ്റ് അങ്ങോട്ട് പാടെ മാറ്റിയിട്ട് LED ഹെഡ്ലൈറ്റ് ആക്കും. അതുപോലെ തന്നെ ബമ്പർ അങ്ങോട്ട് എടുത്ത് കളഞ്ഞിട്ട് വേറൊരു ബമ്പർ കയറ്റും, ഫോഗ് ലാമ്പ് മാറ്റും. മുൻവശം പാടെ മാറ്റുന്ന ഒരു പ്രവണതയാണ് നമ്മൾ ഈ താറ് മേടിക്കുന്ന ആൾക്കാരിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ശരിക്കും ഈ കമ്പനി കൊടുക്കുന്ന ഈ ബമ്പറും ഈ ഹെഡ്ലൈറ്റും ഒക്കെ നല്ല മനോഹരവും നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സൈഡിലേക്ക് വരുമ്പോൾ ഈ കാണുന്ന ഒരു ക്ലാഡിങ് കണ്ടില്ലേ, ആ ക്ലാഡിങ് അത് മൊത്തത്തിൽ അങ്ങനെ പൊതിഞ്ഞു പോയി കാണാം. 226 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഫുഡ് സ്റ്റെപ്പിനൊന്നും യാതൊരുവിധ കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല. പിന്നെ ഈ നല്ല ക്വാളിറ്റിയുള്ള ബമ്പറും ഈ ക്ലാഡിങ്ങും കൊടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ഓഫ് റോഡിൽ കൂടെ പോകുന്ന വണ്ടിൻ്റെ പേരിൽ എത്ര ചെളി കാര്യങ്ങളൊക്കെ അടിച്ചാലും പെട്ടെന്ന് തുരുമ്പും കാര്യങ്ങളൊന്നും ബോഡിയിലേക്ക് അങ്ങോട്ട് ഏൽക്കില്ല. അതിനാണ് ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മെറ്റീരിയൽ മഹേന്ദ്ര ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് നല്ലൊരു ഐഡിയ ആയിട്ടുണ്ട് എന്തായാലും അങ്ങനെ ചെയ്ത കാര്യം. അങ്ങനെ ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് നോക്കുമ്പോൾ താറുന്നൊരു ബാഡ്ജിങ് മേലെയും താഴെ 2 ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ മിറർ കൊടുത്തിട്ടുണ്ട്, അതിൽ താറ് എന്നൊരു ബാഡ്ജിങ് വീണ്ടും കാണാൻ സാധിക്കും. ഇത് പല സ്ഥലത്തും നമുക്ക് ഈ ബാഡ്ജിങ് താറെന്നുള്ള ബാഡ്ജിങ് കാണാൻ സാധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ കുറച്ചും കൂടെ പുറകേക്ക് വരുമ്പോൾ 4x4 എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതിലൊരു റെഡ് പെയിൻറ്റിങ് കൊടുത്തിട്ടുണ്ട്. അത് നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ റിവ്യൂ ചെയ്യണ വണ്ടി ഒരു ഹാർഡ് ടോപ്പ് വണ്ടിയാണ്. സോഫ്റ്റ് ടോപ്പ് വണ്ടിയും ഇതിൻ്റെ ഉണ്ട്, നിങ്ങൾക്കറിയാം, മേൽഭാഗം ഊരി വെച്ചിട്ടുള്ള വണ്ടി. അപ്പോൾ നമ്മൾ ടയറിലേക്ക് വരുമ്പോൾ 18 ഇഞ്ചിൻ്റെ അലോയ് വീൽസാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഗ്രിപ്പ് കിട്ടുന്ന ടയറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ പുറകിൽ കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ ഭംഗി. ഈ സ്റ്റെപ്പിൻ ടയർ അടിയിലെങ്ങാൻ വെച്ചിരുന്നെങ്കിൽ ഇത്രയും ഭംഗി നമുക്ക് കാണാൻ സാധിക്കില്ല. അതിൻ്റെ നടുക്ക് ഒരു ലോഗോ കൊടുക്കുന്നത് താറുണ്ട്. ഇവിടെ ഇൻഡിക്കേറ്ററിൽ പിന്നെയും ഒരു താറെന്നുള്ള ഒരു സിമ്പിൾ കാണാം. ഇവിടെ റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്, അത് പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് എന്നൊരു ബാഡ്ജിങ്ങും കാണാൻ സാധിക്കും. താറ് എന്നൊരു വാക്ക് ഈ വണ്ടിയുടെ പല സ്ഥലത്തും കാണാൻ സാധിക്കും. അത് ഒരു അരോചകമായിട്ട് തോന്നുന്നില്ല, എന്നാലും ഇത്ര വേണ്ടായിരുന്നു, എവിടെയെല്ലാം കൊടുത്താൽ മതിയായിരുന്നു.
ഇവിടെ ഒരു എംഹോക്കിൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയൊരു ആൻറ്റിന് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒരു ഭംഗി കിട്ടുന്ന ഒരു ഇത് തന്നെയാണ് അതെല്ലാം കൊടുത്തിരിക്കുന്നത്. എന്തായാലും വശങ്ങൾ നോക്കുമ്പോൾ നല്ല മനോഹരമായ ഒരു സുന്ദരൻ ഒരു ഓഫ് റോഡ് വണ്ടി. അങ്ങനെ നമ്മൾ ഡോറ് തുറക്കുമ്പോൾ നല്ല കലാപരമായിട്ട് ഒരുക്കി വെച്ചേക്കണം ഒരു ഡോറ്, അങ്ങനെ വേണം ഇതിനെ പറയാനായിട്ട്. അവിടെ താർന്നുള്ള ബാഡ്ജിങ് വീണ്ടും കാണാൻ പറ്റും. ഇവിടെ ഒരു ഹാൻഡിൽ ലോക്കർ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ബോട്ടിലും സംഭവങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഡോറിലെ കാര്യങ്ങൾ. ബാക്കിലെ ഡോറ് തുറക്കുമ്പോൾ പണ്ടത്തെ നമ്മളെ ജീപ്പുകൾ കണ്ടിരുന്ന പോലത്തെ ഹൈറ്റിലുള്ള ഡോറാണ്, പക്ഷെ നല്ല മനോഹരമായ ഒരു ഡോറാണ്. ഒരു ഹാൻഡിൽ അതിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് നല്ല വൃത്തിയുള്ള ഒരു ഡോറെന്ന് വേണം പറയാൻ. ഈ വണ്ടിയുടെ പുറകിലെ പ്രധാന ആകർഷണമായ ഈ ഡോറിന് പൊക്കി വയ്ക്കാം. അപ്പോൾ അത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഷോക്ക് അബ്സോർബറാണ് അത് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ സ്റ്റെപ്പിനല്ല ടൂൾ കിറ്റ് കാര്യങ്ങൾ ഒക്കെ അവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു റോൾ ഗേജ് കാണാൻ പറ്റും. അത് നമ്മൾ വണ്ടിയൊക്കെ മറയുന്ന സമയത്ത് നമ്മളൊന്ന് പൊതിഞ്ഞ് ഒരു സുരക്ഷയുടെ ഭാഗമായിട്ടുള്ള ഒരു റോൾ ഗേജാണ് അത്. എന്തെങ്കിലും മറയാതിരിക്കട്ടെ, നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. ഓഫ് റോഡ് അതിൻ്റെ പേരിൽ നമ്മൾ അതൊക്കെ പ്രതീക്ഷിക്കണമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് പുറകിൽ നിന്ന് നോക്കുമ്പോഴുള്ള നമ്മളെ വിഷ്വൽ എന്ന് പറയുന്നത്. ലൈറ്റിന് ഇത്തിരി കുറവുണ്ട്, അതിൻ്റെ പേരിൽ ഇത്തിരി ക്ലാരിറ്റി കുറയട്ടോ. അതൊന്ന് എല്ലാവരും സഹകരിക്കണേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രധാന ആകർഷണമായ ഗ്ലാസ് ഡോർ അടച്ചു. അതിൻ്റെ അടിയിലത്തെ നമ്മുടെ സ്റ്റീലിൻ്റെ ഡോറ് അടച്ചു. അപ്പോൾ നല്ലൊരു സ്റ്റെപ്പിനി അല്ലേ, അതെന്തായാലും അലോയ് വീൽസ് ബാക്കിൽ അതിൻ്റെ പേരിലാണ് അലയോ കൊടുത്താണ്, അല്ലെങ്കിൽ നമുക്ക് സ്റ്റീലിൻ്റെ വീലേ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇപ്പുറത്തേക്ക് വീണ്ടും വന്നു. അപ്പോൾ ഈ എ സിയുടെ വേണ്ടിയിട്ടുള്ള സ്റ്റീലിൻ്റെ റിങ്ങൊക്കെ നല്ല മനോഹരമായിട്ടുണ്ടല്ലേ. പിന്നെ പ്രധാന ഒരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പല വീഡിയോസിലും ഞാനത് ശ്രദ്ധിച്ചിരുന്നു, ആരും പറയുന്നില്ല. ഈ താറിൻ്റെ ഉൾവശം എന്ന് പറയുന്നത് പൂർണ്ണമായും വാട്ടർ പ്രൂഫാണ്. അതായത് നമ്മൾ എത്ര വെള്ളത്തിൽ ഇറക്കിയാലും ചെളിയിലും ഒക്കെ ഇറക്കിയാലും ഒന്നിനും ഒരു യാതൊരുവിധ കംപ്ലൈൻറ്റ് സംഭവിക്കില്ല. അപ്പോൾ അത് പൂർണ്ണമായും വാട്ടർ പ്രൂഫാണ്. അപ്പോൾ ഇത് നമ്മുടെ 4x4 ലിവറാണ്. പിന്നെ സീറ്റൊക്കെ നല്ല വാഷബിൾ സീറ്റാണ്. എത്ര ചെളി അടിച്ചാലും യാതൊരു കുഴപ്പം പറ്റാത്ത സീറ്റുകളാണ് ഉള്ളത്. സീറ്റ് മാത്രമല്ല എല്ലാം. അപ്പോൾ ഞാൻ പുറകിലേക്ക് എന്തെങ്കിലും കയറുന്നില്ല, ഇതിനു മുന്നേ കുറേ പ്രാവശ്യം കയറിയിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ വരുന്ന താറിലൊക്കെ നല്ല ഭംഗിയുള്ള ഫാബ്രിക് സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഹാർഡ് ടോപ്പ് വണ്ടേൻ്റെ പേരിൽ തന്നെ മേലെ പ്ലാസ്റ്റിക് കാര്യങ്ങൾ, പിന്നെ റൂഫ് മൗണ്ട് സ്പീക്കർ, റൂഫ് മൗണ്ട് ട്യൂട്ടർ ഒക്കെ നമുക്ക് അങ്ങനെ നമ്മൾ ഡ്രൈവർ സൈഡിലേക്ക് വന്നു. അപ്പോൾ അപ്പുറത്ത് കണ്ട ഡോറിൻ്റെ പോലെ തന്നെ താർന്നുള്ള ബാഡ്ജിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഹാൻഡിൽ, ബോട്ടിൽ ഹോൾഡർ, അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ വെക്കാനുള്ള ഒരു പോക്കറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഒരു 4x4 വണ്ടിക്ക് കിട്ടാത്ത ഒരു ഫീച്ചേഴ്സാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. മനോഹരമായ ഇൻറ്റീരിയറാണ്. അപ്പോൾ ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ സാധാരണ സൺസൈഡ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ കൊടുത്ത് നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. 18 ഇഞ്ചിൻ്റെ ഒരു ടച്ച് സ്ക്രീൻ കാണാൻ സാധിക്കും. അത് നല്ല വൃത്തിയുള്ള ടച്ച് സ്ക്രീനാണ്. പിന്നെ ഈ AC വെൻറ്റിൻ്റെ ചുറ്റുള്ള റിങ്ങുകൾ നല്ല ഭംഗിയുള്ളതാണ്. അത് ഈ ഓഫ് റോഡ് വണ്ടിയിലൊന്നും വേറെ വണ്ടിയൊന്നും കാണാത്തതാണ്. 4x4 ലിവർ കാണാൻ പറ്റും. പിന്നെ ഇവിടെ കുറച്ച് സ്വിച്ചുകളൊക്കെ ഉണ്ട്. പാസഞ്ചർ എയർ ബാഗ്, ഹസാർഡ് സ്വിച്ച്, പാസഞ്ചർ എയർ ബാഗ് ഓൺ ഓഫ്, അങ്ങനത്തെ കുറച്ച് സ്വിച്ചുകളൊക്കെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നതാണ്. AC-യുടെ സ്വിച്ചുകളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ AC-യുടെ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ നല്ല വൃത്തിയുള്ള സ്വിച്ചസാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതിലൊന്നും വെള്ളം കയറിയാൽ പോലും യാതൊരുവിധ കംപ്ലയിൻറ്റ്സും വരില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം വാട്ടർ പ്രൂഫാണ്. ഈ ഇൻഫോർട്ടൈൻ സിസ്റ്റത്തിൽ പോലും വെള്ളം കയറി കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. അത്രയും വാട്ടർ പ്രൂഫാണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. പിന്നെ ഇവിടെ 2 കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ സാധാരണ പോലെ തന്നെയുള്ള പവർ വിൻഡോ നടുക്ക് വെച്ചിട്ടുണ്ട്. മനോഹരമായ ഒരു സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതിൽ ക്രൂയിസ് കൺട്രോൾ കാര്യങ്ങൾ, മഹേന്ദ്രയുടെ ലോഗോ, അങ്ങനെ എന്ന് വേണ്ട എല്ലാ സംവിധാനങ്ങളോട് കൂടിയ ഒരു സ്റ്റിയറിംഗ് വീലാണ്. നല്ല 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു റീഡിംഗ് ലാമ്പ്, നല്ല വൃത്തിയുള്ള ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. മൊത്തത്തിൽ നല്ല സൂപ്പറായ ഒരു ഇൻറ്റീരിയർ. ഒരു ഓഫ് റോഡ് വണ്ടിക്ക് ഒട്ടും നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്ക് കിട്ടുന്ന ഒരു ഇൻറ്റീരിയറാണ് ഇതിൽ ഉള്ളത്. ആദ്യകാലങ്ങളിൽ ഇറങ്ങിയിരുന്ന താറ് എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. പിന്നെ അതിനുശേഷം അന്നിറങ്ങിയ താറിൽ നമ്മുടെ നാട്ടിലെ ചേട്ടന്മാരൊക്കെ ഒരുപാട് രൂപമാറ്റമൊക്കെ വരുത്തി ഏകദേശം ഈ കാണുന്ന താറിൻ്റെ രൂപത്തിലൊക്കെ ഇറക്കിയിരുന്നു.
കാലക്രമേണ മഹേന്ദ്ര തന്നെ അത് കസ്റ്റമേഴ്സിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഈ മോഡൽ താറ് ഇറക്കി. ഇങ്ങനൊരു താറ് ഞാൻ ആദ്യമായിട്ട് ഞാൻ റോട്ടിൽ കണ്ടപ്പോൾ തന്നെ സത്യം പറയാലോ ഒരെണ്ണം സ്വന്തമാക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. പക്ഷേ 5 ഡോർ താറും കൂടെ വരാനുണ്ടല്ലോ, അതിൻ്റെ പേരിൽ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്കിന്ന് ഈ വാഹനം റിവ്യൂ ചെയ്യാൻ തന്നിരിക്കുന്നത് തൃശ്ശൂർ കുട്ടനാടിലുള്ള മഹേന്ദ്രയുടെ ഇറ മോട്ടേഴ്സാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നില്ല, കാരണം നമ്മൾ ഒരുപാട് താറ് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ ഈ താക്കോൽ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇതിൽ താറ് എന്ന് എഴുതി കാണിക്കും, ഒരു മണ്ണിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടോട് കൂടി എഴുതി കാണിക്കും. ഓഫ് റോഡ് വാഹനം അതിൻ്റെ പേരിലായിരിക്കാം. എന്തോ നല്ല മനോഹരമായിട്ടുണ്ടത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട്. ഞാനിതിൻ്റെ എഞ്ചിൻ ഭാഗങ്ങളെ കുറിച്ചൊന്നും പറയണില്ല, കാരണം നമ്മൾ ഓൾറെഡി ഇതൊക്കെ മുന്നേ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ മറ്റൊരു വണ്ടിയുടെ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.